ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 2025 തുടങ്ങിയപ്പോ മുതല് ഹലാലിന് പണിയോട് പണിയാ. ഒന്നാമതായിട്ട് ഒരു അഷ്റഫ് സക്കാഫി എന്ന് പറയുന്ന ഒരുത്തൻ 160 ആളുകളെ കേന്ദ്രീകരിച്ച് നിങ്ങളെ ഞാൻ ഉംറയ്ക്ക് കൊണ്ടുപോയേക്കാം. മക്കയുടെ അടുത്ത് താമസിച്ച കുഴപ്പമുണ്ടോ? ഇല്ല. നബിയുടെ വീടിനോട് ചേർന്ന് നബിയുടെ വീടിനോട് അടുത്ത സ്ഥലം, നബി പ്രസംഗിച്ച സ്ഥലം, അതിനിടയ്ക്കുള്ള റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളമാണ്. സ്വർഗത്തിൻ്റെക്കുള്ള വഴിയാണത്. അത് കഅബയുടെ അടുത്ത് താമസിക്കാനുള്ള സൗകര്യം. ശരി, സാധാരണ എല്ലാവരും 15 ദിവസം. ശരി, ഞാൻ നിങ്ങൾക്ക് 20 ദിവസം തന്നെയൊക്കെ കുഴപ്പമുണ്ടോ? ഇല്ല, എന്നാ പിന്നെ ശരി, ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പോകാൻ റെഡിയല്ലേ? എന്നാ പിന്നെ ഉസ്താദെ എന്നാ പോകുന്നത്? ഇന്ന് പോയാൽ കുഴപ്പമുണ്ടോ എന്ന രൂപത്തിൽ ഉസ്താദ് ഇവരെയൊക്കെ അങ്ങോട്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ചു. ഒടുവില് ഇവര് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയപ്പോഴത്തേക്കിന് പഹയം ഫോൺ എടുക്കണില്ല. അത് വല്ലാത്തൊരു ഒരു ഫീലാണ് കേട്ടോ. അത് എല്ലാവരോടും യാത്ര പറഞ്ഞ് കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. അതുവരെയുള്ള സകലമാന പാപങ്ങളും കഴുകിക്കളഞ്ഞ് പുതിയ ഒരു മനുഷ്യനായി ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ കിട്ടുമെങ്കിൽ പാൽക്കുപ്പിയും ഒക്കെ ആയിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്. ശരി, അപ്പോൾ കാക്ക പറഞ്ഞു ഇവരെ ഒരുവിധം അവിടെ എത്തിച്ചിട്ടുണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ മടക്ക യാത്രക്കുള്ള ടിക്കറ്റൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. കാക്ക മുങ്ങി. പിന്നീട് കാക്ക പൊങ്ങുന്നത് എവിടെയാണെന്ന് അറിയാമോ? കോഴിക്കോട്. ഇവരവിടെ പെട്ടു. ഭാഷ അറിയില്ല, പരിചയമുള്ള ആളുകൾ ഉള്ളവരൊക്കെ അവരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി യോജിപ്പിച്ചു. നോക്കുമ്പോൾ ഇവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് 1200 കിലോമീറ്റർ അപ്പുറത്താണ്. ഒരേ പൂരം. അങ്ങനെ ആകപ്പാടെ പ്രശ്നമായി, പ്രതിസന്ധിയായി. ഹജ്ജ് കമ്മിറ്റി ഇടപെടുന്നു. എന്തായിരുന്നാലും ആ പാവങ്ങളെ പല രൂപത്തിലും പല രീതികളിലും ഫ്ലൈറ്റുകളൊക്കെ മാറി കയറിയും കണക്റ്റഡ് ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് നാട്ടിലെത്തിച്ചു. ഒരു പണി അതാണ്. 2, ഹലാൽ ജുവലറി. എല്ലായിടത്തും ഹലാൽ മയം മാത്രം. മറ്റതൊക്കെ മറ്റവരുടേതല്ലേ, ജൂതന്മാരുടേത്. ക്രിസ്ത്യാനികളും കാഫിറുകളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന സ്വർണം വാങ്ങിച്ചിട്ട് അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ നിൽക്കണ്ട. എല്ലാരും ഇങ്ങോട്ട് പോന്നു. എല്ലാം പ്യുവർ ഹലാൽ ഗോൾഡാണ്. മൂലത്തിലിട്ട് വലിച്ചെടുക്കുന്നതായിരിക്കും. എന്തായിരുന്നാലും പ്യുവർ ഹലാൽ മലദ്വാർ ഗോൾഡിനെയും വെല്ലുന്ന ഗോൾഡാണ്. സാധാരണ എല്ലായിടത്തും കിട്ടുന്ന ഗോൾഡല്ല, ഇതൊരു സ്പെഷ്യൽ ഗോൾഡാണ്. അതുകൊണ്ട് ഈ ഗോൾഡ് വീട്ടിൽ കൊണ്ട് വച്ചാൽ തന്നെ ബറക്കത്ത് ഓടി വരും. ആ അനുഗ്രഹമേ. നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്ക് ചില അനുഗ്രഹങ്ങളൊക്കെ കയറി ഇങ്ങോട്ട് വരും. ശരി, ഓക്കെ. ഇല്ലാത്തവനും പണമുണ്ടാക്കി കാക്കയുടെ ജുവലറിയിൽ പോയി. അപ്പൊ ജുവലറിയിൽ എത്തിക്കഴിയുമ്പോൾ കാക്ക അടുത്ത ബിസിനസ് പിടിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹലാലാണ്, മുസ്ലിങ്ങളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലേ കാഫിറുകളൊക്കെ കൂടി നമ്മളെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള പൈസയൊക്കെ കൊടുത്ത് സ്വർണമൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ വളർത്തിക്കോ, അതുവഴി നിങ്ങൾക്കും വളരാം. അങ്ങനെ 3 മാസത്തേക്കും 6 മാസത്തേക്കും 1 വർഷത്തേക്കും ഒക്കെ ആധാരം വരെ കൊണ്ടുപോയി വിറ്റും പണയം വെച്ചും എല്ലാം കൊണ്ടും പണമുണ്ടാക്കി കാക്കാടെ ഖജനാവ് നിറച്ചു. അത് കഴിഞ്ഞ് ഇവര് സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്ക് നിക്ക് കാക്ക പലയിടത്തും പോയിക്കൊണ്ട് നോക്കിയപ്പോ 1/2 കിലോ സ്വർണം പോലും കാക്കയുടെ ജുവലറിയിലില്ല. കാക്കയുടെ വാക്കിൽ അമിതമായി വിശ്വസിച്ച് ആ കടയിലുണ്ടായിരുന്ന ജീവനക്കാർ അവരൊന്നും പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളായിരുന്നില്ല. കാക്കായ്ക്കും സ്വർണ്ണക്കടയിൽ വലിയ പ്രാഗൽഭ്യം പോരായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. എന്തായിരുന്നാലും കാക്ക 2000 കോടി പ്യുവർ ഹലാൽ നിക്ഷേപ തുകയുമായിട്ട് മുങ്ങി. പണി കിട്ടി, കാക്കമാർക്ക് പണി കിട്ടി. പ്യുവർ ഹലാൽ ഉണ്ടാക്കാൻ പോയതാ. ശരി, കാക്കായ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. 0 പണിക്കൂലി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളുമായി ജുവലറി വ്യാപാര രംഗത്ത് അതിവേഗം കുതിച്ചുകൊണ്ടിരുന്ന ശ്രദ്ധ പിടിച്ചു പറ്റിയ അൽ മുക്താദിർ ഗ്രൂപ്പിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോക ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. അൽ മുക്താദിർ ഗ്രൂപ്പ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു പടർന്നു പന്തലിച്ചു. 1 ഷോപ്പായി, 2 ഷോപ്പായി, 3 ഷോപ്പായി, 30 ഷോപ്പായി. അങ്ങനെ ജുവലറികൾ പെരുകിക്കൊണ്ടേയിരുന്നു. നിങ്ങളുടെ
ഡെപ്പോസിറ്റുകൾ കൂമ്പാരമാകുമ്പോൾ ജുവലറികൾ ഗംഭീരമാകും. കാക്ക പച്ചങ്ങ് പിടിച്ചു. ഒരു പ്രത്യേക സമുദായത്തിലെ, അതായത് മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ കാക്ക രംഗപ്രവേശം ചെയ്യുന്നത്. ആ പുരോഹിതന്മാരാണ് കാക്കയുടെ എല്ലാ പരസ്യങ്ങളും ചെയ്യുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ പരസ്യം, മാഗസിനുകൾ എവിടെ തുറന്നാലും, അവരുടെ ഏത് ചാനലുകൾ തുറന്നാലും എല്ലാത്തിലും അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ പരസ്യം. അങ്ങനെ 2000 കോടിയായപ്പോൾ കാക്ക മനസ്സിലാക്കി ഇനിയും കൂടിയാൽ എണ്ണാനും പറ്റത്തില്ല, കൊണ്ടിടാനും പറ്റത്തില്ല. തൽക്കാലം കിട്ടിയതാട്ടെ, കാക്ക അങ്ങ് വിട്ടു. ഇപ്പോ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും അതുപോലെ ഈ ഗ്രൂപ്പിന്റെ തട്ടിപ്പിനെ കുറിച്ചിട്ട് അവരുടെ തന്നെ സംഘടനയിലെ പല ആളുകളും ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉടനീളം പ്രചാരണങ്ങളിൽ വന്നു. വിവാഹ ആവശ്യത്തിന് സ്വർണം ലഭ്യമാക്കുന്നതിന് വലിയ തുകയാണ് ഡെപ്പോസിറ്റായി സ്വീകരിച്ചത്. എന്നാലോ പറഞ്ഞുറപ്പിച്ച സമയത്ത് സ്വർണം കൊടുത്തുമില്ല. വ്യാപകമായ പ്രതിഷേധം. ആളുകളൊക്കെ ജുവലറിക്ക് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങി. തിരുവനന്തപുരം, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉപഭോക്താക്കളുടെ പ്രതിഷേധം രൂക്ഷമായി. അങ്ങനെ ഷോറൂമുകൾ അടച്ചിട്ടു. ആരോപണങ്ങൾ ശക്തമായി. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച 2000 കോടിയുമായി കാക്ക ഒരു ഹലാൽ ടൂറ് പോയി. എങ്ങനെയുണ്ട്? പണിക്കൂലിയില്ല, പുതിയ ബിസിനസ് മോഡലാണ് കക്ഷി മുന്നോട്ട് വെച്ചത്. അങ്ങനെ കക്ഷി അങ്ങ് നാടുവിടുകയും ചെയ്തു. പൈസ കൊടുത്തവൻ മൂഞ്ചി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞമ്മന്റെ ആളുകൾ തന്നെയല്ലേ കൊടുത്തത്, പലതും കള്ളപ്പണമായിരുന്നു. രേഖയിലില്ലാത്ത പണമാണ്, സർക്കാരിനെ പറ്റിച്ച പണമായിരുന്നു. ആളുകളിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ചു. 3 മാസം, 6 മാസം, 11 മാസം ഇങ്ങനെയുള്ള കാലയളവുകളിലേക്കാണ് അഡ്വാൻസ് ഓർഡർ കാക്ക സ്വീകരിച്ചത്. ഈ ഓർഡറുകൾക്ക് 0 പണിക്കൂലിയിലാണ് സ്വർണം നൽകാമെന്ന് പറഞ്ഞിരുന്നത്. കേരളത്തിൽ 10,000 കോടിയുടെ പദ്ധതികൾ. കാക്ക മുന്നോട്ട് വെച്ചതാ. കേരളത്തെ പൊക്കിയെടുക്കാനാണ് കാക്ക തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി 25 ഇരട്ടി ബിസിനസ് വളർച്ചയാണ് ഈ ഗ്രൂപ്പിനുണ്ടായത്. കാരണം സാധാരണക്കാരന്റെ പണമാണ്. 2025 ആകുമ്പോൾ അൽ മുക്താദിർ മാളുകളിലേക്ക് പ്രവേശിക്കുന്നു. 1,00,000-ലധികം സ്ക്വയർ ഫീറ്റിലെ അൽ മുക്താദിർ ഗോൾഡ് മാൾ കോഴിക്കോടും കാസർഗോഡും തുറക്കുമെന്നാണ് പറഞ്ഞത്. 3000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിരുന്നു ഈ വഴി കാക്ക ലക്ഷ്യമിട്ടത്. എറണാകുളം, മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, ഖത്തർ ഇവിടങ്ങളിലൊക്കെ പുതിയ സ്ഥാപനങ്ങൾ തുറക്കും. ഇതൊക്കെയായിരുന്നു കാക്കയുടെ വാഗ്ദാനങ്ങളെ. 10,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഗ്രൂപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കാക്ക ഉദ്ദേശിച്ചിരുന്നത് എന്നൊക്കെയാണ് കാക്ക പറഞ്ഞത്. പക്ഷേ ഇപ്പൊ കാക്കയും കാണാനില്ല. കാക്ക കൊടുത്ത വാഗ്ദാനങ്ങൾ മാത്രം ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോ വേറെ നമ്മൾ ആരെങ്കിലുമാണ് പറയുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയയാണ് ഈ കാര്യം പറയുന്നതെങ്കിൽ, അയ്യോ മുസ്ലിം വിരോധമാണ് ഇവർക്ക് എന്ന് പറഞ്ഞിട്ടാകുമായിരുന്നു പ്രചാരണം. ഇത് പക്ഷെ അതിനും വഴിയില്ല. കാരണം കൃത്യമായി അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സംഘടന തന്നെ ഇവര് കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും, തട്ടിപ്പുകൾക്കും, വഞ്ചനകൾക്കും, കബളിപ്പിക്കലുകൾക്കും തെളിവടക്കം സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് പൊളിച്ചടുക്കുവാണ്. അങ്ങനെ ആ ഹലാലും പൊളിഞ്ഞു കെട്ടി. നന്ദി.